ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ റീഡ് ആൻഡ് റിജോയ്സ് സെക്ഷനിലുള്ള സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ എന്ന് പറയുന്ന ലെസണാണ്. സ്നെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ച് എന്നുള്ള മീനിങ് ആണ്. ഇവിടെ ഈ ഒരു പിക്ചറിൽ നമുക്ക് ഒച്ചിനെ കാണാൻ കഴിയുന്നില്ലേ? ഉണ്ട് അല്ലേ? ബ്രിങ്സ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ദ മെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തുകൾ, അതേപോലെ പോസ്റ്റ് വഴി വരുന്ന പാർസലുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ മെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ചിത്രത്തിൽ എന്താണ് സ്നെയിൽ, അതായത് നമ്മളുടെ ഒച്ച് കത്തുകളും പാർസലുകളും ഒക്കെ ആയിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ പോസ്റ്റ്മാൻ ആയിട്ടുള്ളൊരു സ്നെയിലിൻ്റെ സ്റ്റോറിയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ. ഇതാ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാമല്ലോ, ഇതാണ് മിസ്റ്റർ സ്നെയിൽ, നമ്മളുടെ ഒച്ച്. ഹി ബ്രിങ്സ് ദ മെയിൽ. അവൻ എന്ത് കൊണ്ടുവരുന്നു? ബ്രിങ്സ് ദ മെയിൽ, കത്തുകളും അതേപോലെ പാർസലുകളും ഒക്കെ കൊണ്ടുവരുന്നു. ഈ മെയിലൊക്കെ എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് എങ്ങനെയാണ് അറിയാം? ആ മെയിലിൻ്റെ പുറത്തായിട്ട് അഡ്രസ്സ് ഉണ്ടാവും, എവിടെയാണ് എത്തിക്കേണ്ടത് എന്നുള്ള അഡ്രസ്സ്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ആൾക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മളുടെ മിസ്റ്റർ സ്നെയിലിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എവറി ഡേ ഹി ബ്രിങ്സ് ദ മെയിൽ വിതൗട്ട് ഫെയിൽ. അപ്പോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഹി ബ്രിങ്സ് ദ മെയിൽ, അവൻ മെയിൽ കൊണ്ടുവരും. വിതൗട്ട് ഫെയിൽ, യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്താതെ. അപ്പോൾ എന്താണ്, എല്ലാ ദിവസവും നമ്മളുടെ പോസ്റ്റ്മാൻ ആയിട്ടുള്ള സ്നെയിൽ മെയിൽ കൊണ്ടുവരും, അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്താറേ ഇല്ല. ഇവിടെ ഈ ഒരു പിക്ചറിൽ നമ്മൾ ആരെയൊക്കെയാണ് കാണുന്നത്? സ്നെയിൽ ഉണ്ട് അല്ലേ, സ്നെയിലിനെ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ആരാണുള്ളത്? ഒരു ഫോക്സ് ഉണ്ട് അല്ലേ. ഫോക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കുറുക്കൻ. അപ്പം സ്നെയിൽ എന്താ ഫോക്സിനോട് പറയുന്നത് നമുക്ക് നോക്കാം. ഹലോ മിസ്റ്റർ ഫോക്സ്. അപ്പോൾ ഹലോ പറയുകയാണ് ഫോക്സിനോട്. യു ഹാവ് എ ബോക്സ്. ഇതാ നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർസൽ ഉണ്ട് എന്ന് സ്നെയിൽ ഫോക്സിനോട് പറഞ്ഞുകൊണ്ട് ആ ഒരു ബോക്സ് ഇങ്ങനെ നീട്ടി പിടിക്കുന്നത് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം അല്ലേ. പേജ് നമ്പർ 23 നോക്കാം. മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണി ബി. അപ്പോൾ മിസ്റ്റർ സ്നെയിൽ ഇപ്പോൾ ആരെയാണ് മീറ്റ് ചെയ്തത്? മിസ് ഹണി ബീനെയാണ് അല്ലേ. ഹണി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ചയാണ് അല്ലേ. മിസ് ഹണി ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ലേഡിയാണ് കേട്ടോ. ഹായ് മിസ് ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഹണി ബീനോട് ഹായ് പറയാണ്, ഹായ് മിസ് ബി എന്ന് പറയുന്നു. നെക്സ്റ്റ് എന്താണ്? സീ ദ ബോക്സസ്, ഈ ബോക്സസ് ഒക്കെ നോക്കൂ, ദീസ് ആർ ഫോർ യു, ഈ ബോക്സസ് എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഹണി ബിക്ക് കൊടുക്കുന്നു. അടുത്തത് ആരെയാണ് കാണുന്നത് നോക്കാം. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ്സ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽ. അപ്പോൾ മിസ്റ്റർ സ്നെയിൽ വിസിറ്റ് ചെയ്യുന്നത് ആരെയാണ്? മിസ്റ്റർ ഔളിനെയാണ്. ഔൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂങ്ങയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ, ഇതാണ് മൂങ്ങ. അപ്പോൾ മിസ്റ്റർ ഔളിനെയാണ് നമ്മുടെ സ്നെയിൽ അടുത്തതായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളത്. ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. അപ്പോൾ സ്നെയിൽ പറയാണ്, ഇതാ ഇത് നിങ്ങൾക്കുള്ള ബർത്ത്ഡേ കാർഡ്സ് ആണ്, ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തോട്ടുള്ള കാർഡ്സ് ആണെന്നും പറഞ്ഞിട്ട് ആർക്ക് കൊടുക്കുന്നു? ഔളിന് കൊടുക്കുന്നു. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്, 10 കാർഡ്സ് ഫോർ മീ. അപ്പോൾ നമ്മളുടെ മൂങ്ങ വളരെ അതിശയത്തോടു കൂടി വാവ് ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയാണ്. അതേപോലെ 10 കാർഡ്സ് ഫോർ മീ, എനിക്ക് 10 കാർഡ്സ് കിട്ടി എന്നുള്ള കാര്യം കൂടെ പറയാണ് കേട്ടോ. ഇപ്പോൾ പേജ് നമ്പർ 24 പിക്ചർ നോക്കിയേ. നമ്മളുടെ ഔള് ഹാപ്പി ആണോ? അല്ലേ. ഫേസ് കണ്ടാൽ നമുക്കറിയാം എന്തോ ഒരു സങ്കടമുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. ബട്ട് യു ആർ ലേറ്റ്, മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. അപ്പോൾ അവൾ എന്താ പറയുന്നത്? നീ ലേറ്റായി പോയി, അല്ലെങ്കിൽ നീ വൈകിപ്പോയി. മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ, ഇന്നലെ ആയിരുന്നു എൻ്റെ പിറന്നാൾ എന്ന് പറയുകയാണ്. അപ്പം ലേറ്റായിട്ടാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? കാർഡ്സൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിഷമം പറയുകയാണ് അവൾ. കാരണം എന്താണ്, നമ്മുടെ ഒച്ച മെല്ലെ അല്ലേ മൂവ് ചെയ്യുള്ളൂ, പതിയെ അങ്ങനെ എഴിഞ്ഞ് വരുമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പോൾ അതിൻ്റെ സങ്കടം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ് ആര്? നമ്മളുടെ മൂങ്ങ. അപ്പോൾ ഒച്ച എന്താണ് പറയുന്നത്? ഓ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ബിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പറയുക ഇപ്പം വൈകിപ്പോയി, അല്ലെങ്കിൽ നമ്മളോട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിട്ടുപോയി, സമയം വൈകിപ്പോയി എന്നുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറയുക, വൈകിയ വേളയിൽ ബർത്ത്ഡേ വിഷ് ചെയ്യുക. ഓക്കെ. ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. അപ്പം ഫ്രം മോർണിംഗ് ടു ഈവനിങ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. മിസ്റ്റർ സ്നെയിൽ എന്താണ്? അവൻ്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവന് റെസ്റ്റ് ഒന്നുമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ എന്താണ്? അവൻ്റെ ജോലിയിലാണ്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. അപ്പം സ്നെയിൽ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. വർക്ക്സ് ഹാർഡ്, വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. ആൻഡ് ടേക്സ് നോ റെസ്റ്റ്, അത് മാത്രമല്ല റെസ്റ്റ് ഒന്നും എടുക്കുകയില്ല. അതായത് വിശ്രമിക്കാനുള്ള സമയമൊന്നും നമ്മളുടെ സ്നെയിലിന് കിട്ടാറില്ല, അല്ലെങ്കിൽ അവൻ വിശ്രമിക്കാറില്ല.
ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും ജോലി ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ സ്നെയിൽ. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. അപ്പോൾ ഒച്ചയാണല്ലേ, അപ്പം നമുക്കറിയാം പതിയെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. സ്ലോ എന്ന് പറഞ്ഞാൽ പതിയെ അല്ലേ. അപ്പം വളരെ പതിയെയാണ് നമ്മളുടെ സ്നെയിൽ മൂവ് ചെയ്യുന്നത്. സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദ ഡേ ഫോർ ദ മെയിൽ. അതുകൊണ്ട് തന്നെ എന്താണ്, അവൻ്റെ ഫ്രണ്ട്സിന് ഈ ഒരു മെയിൽ കിട്ടാനായിട്ട് ആ ഒരു ദിവസം മുഴുവൻ ഇവനെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ബട്ട് ദേ ആർ ഓക്കെ. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് എന്താണ്, ഓക്കെയാണ്. കാരണം ഈ ഒച്ചയാണ്, അപ്പോൾ അതിന് പതിയെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അവൻ്റെ ഫ്രണ്ട്സിന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ എന്താണ്, ആ ഒരു ദിവസം മുഴുവൻ ഈ മെയിലിന് വേണ്ടി കാത്തിരുന്നാലും അവർക്കതൊരു പ്രശ്നമല്ല, അവർ ഓക്കെ ആണെന്നാണ് പറയുന്നത്. പുവർ സ്നെയിൽ ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അപ്പം എന്താണ്, പാവം സ്നെയിൽ ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അവൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. എന്താണ്, എല്ലായിടത്തും വേഗം തന്നെ മെയിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ മാക്സിമം. പക്ഷെ എന്താണ്, അവനും പതിയെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് ആണ് ഇങ്ങനെ ലേറ്റായി പോകുന്നത്. പക്ഷെ അവൻ്റെ മാക്സിമം അവൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വൺ ഫൈൻ ഡേ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട്സ് ഹിസ് വർക്ക്. അപ്പോൾ വൺ ഫൈൻ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറും കുളവും ഒന്നും ഇല്ലാത്ത, മഴമേഘങ്ങളൊന്നും ഇല്ലാത്ത, സൂര്യനൊക്കെയുള്ള നല്ലൊരു ദിവസം. മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട്സ് ഹിസ് വർക്ക്. അപ്പം നമ്മളുടെ സ്നെയിൽ എന്താണ്, അവൻ്റെ കത്തുകളൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി. ഹി വോക്സ് ആൻഡ് വോക്സ് അലോങ് ദ റോഡ്സ്. അപ്പോൾ റോഡുകളിലൂടെ എങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്നെയിൽ. സൂൺ ദ സ്കൈ ടേൺസ് ഡാർക്ക്, ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. അപ്പം സൂൺ പെട്ടെന്ന് തന്നെ എന്താണ്, സ്കൈ ടേൺസ് ഡാർക്ക്, ആകാശം ഇരുണ്ട് മൂടി വന്നു. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ, മഴ പെയ്യാനും തുടങ്ങി. ദ കോൾഡ് വിൻഡ് ബ്ലോസ്. വിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റാണ്. കോൾഡ് പറഞ്ഞാൽ നല്ല തണുത്ത. ബ്ലോസ് മീൻസ് വീശുക. അപ്പം നല്ല തണുത്ത കാറ്റ് വീശി. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ മുഴുവൻ എന്താണ്, വെള്ളം പൊന്തി. ഓക്കെ, ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. റോഡിൽ മുഴുവൻ വെള്ളം ഇങ്ങനെ ഉയർന്നു വന്നു. നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, റോഡിലൊക്കെ വെള്ളമായി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്നെയിൽ എന്താ പറയുന്നത്, നോ ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഇല്ല, ഞാൻ തോൽക്കില്ല. കാരണം എന്താണ്, എനിക്ക് ഈ മെയിലൊക്കെ എത്തിക്കേണ്ടതെടുത്ത് എത്തിക്കണം. അതാണ് എൻ്റെ ഡ്യൂട്ടി അല്ലേ. അവൻ എന്താണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം മഴ പെയ്തപ്പോൾ അവൻ പറയണില്ല ഞാൻ തോൽക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ദ റോഡ്സ് ആർ ബാഡ് മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. അപ്പം എന്താണ്, നമ്മളെ സ്നെയിലിന് പോകാനുള്ള റോഡൊക്കെ വളരെ മോശമാണ്, ബാഡാണ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. അപ്പം നമ്മളുടെ മിസ്റ്റർ സ്നെയിൽ എന്താണ്, വളരെയധികം സാഡാണ്, വളരെയധികം ദുഃഖിതനാണ്. അപ്പോൾ സ്നെയിൽ എന്താണ് പറയുന്നത്, ഹൗ വിൽ ഐ ഗോ, എങ്ങനെയാണ് ഞാനിനി മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഒരു ഫ്രോഗിനെ കാണാം, ഒരു തവളേനെ കാണാം അല്ലേ. അപ്പോൾ തവള എന്താ പറയുന്നത്, ഹാ ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ. തവള ഒരു തമാശ രൂപേണ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹാ ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ, നിനക്ക് നീന്താൻ കഴിയുമോ മിസ്റ്റർ സ്നെയിൽ എന്ന് ചോദിക്കുകയാണ്. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ, ഇറ്റ് ഈസ് ഫോർ സെയിൽ. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് ഒരു വണ്ടി കാണാം. ആ വണ്ടിയുടെ പേരാണ് എന്ത്, ട്രാക്ടർ എന്നുള്ളത്. അപ്പോൾ അത് ബാഡായിട്ടുള്ള റോഡിലൂടെയും ചെളിയും ഒക്കെ നിറഞ്ഞ റോഡിലൂടെയൊക്കെ പോകും, നല്ല രീതിയിൽ മൂവ് ചെയ്യും. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ. അപ്പോൾ നമ്മളുടെ സ്നെയിൽ ഈ ഒരു ട്രാക്ടർ കണ്ടു. ഇറ്റ് ഈസ് ഫോർ സെയിൽ. അതെന്തിനുള്ളതാണ്, സെയിൽ, വിൽക്കാനുള്ള ട്രാക്ടറാണ്. അപ്പോൾ സ്നെയിൽ എന്താ പറയുന്നത്, ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, മസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. അപ്പം ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു ട്രാക്ടർ വാങ്ങും. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. അതെന്നെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഹി ബൈസ് ദ ട്രാക്ടർ. അപ്പം നമ്മളുടെ സ്നെയിൽ ആ ഒരു ട്രാക്ടർ വാങ്ങി. ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. അപ്പോൾ ആ ഒരു ട്രാക്ടർ നമ്മളുടെ സ്നെയിലിനെ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സഹായിച്ചു. ഇനി എന്താണ്, ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ് നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം. അപ്പോൾ ഫോക്സ് നമ്മളുടെ ഔളിനോട് പറയാണ്, അതായത് കുറുക്കൻ മൂങ്ങേനോട് പറയാണ്, ലുക്ക് നോക്കൂ ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്, എങ്ങനെയാണ് നമ്മുടെ സ്നെയിൽ പോകുന്നത് നോക്കൂ എന്ന് പറയാണ്. നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം. ഇപ്പോൾ എന്താണ്, അവൻ്റെ മെയിലൊക്കെ കറക്റ്റ് സമയത്ത് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. നമ്മുടെ ഔളിൻ്റെ എന്താണ് ബർത്ത്ഡേ കാർഡ്സൊക്കെ ഒരു ദിവസം വൈകിയാണ് ഒരു ഔളിൻ്റെ കയ്യിലെത്തിയത് അല്ലേ. ഇപ്പോൾ എന്താണ്, ട്രാക്ടർ വാങ്ങിയതിന് ശേഷം എല്ലാ മെയിലും കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടെന്ന് ആര് പറയാണ്, ഫോക്സ് ഔളിനോട് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റോറി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കാം. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് ദ സ്നെയിൽ? നിങ്ങൾക്ക് ഈ ഒരു സ്നെയിലിൻ്റെ സ്റ്റോറി ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്?
അപ്പോൾ ഇവിടെ പിക്ചറിൽ ഹണി ബീനെയും കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു കത്ത് പൊന്തിച്ച് പിടിച്ച ഔളിനെയും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ വാട്ട് ഡസ് ദ ഹണി ബി ആസ്ക്, എന്തായിരിക്കും ഹണി ബി ചോദിച്ചിട്ടുള്ള ചോദ്യം എന്നാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹണി ബി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളുടെ ഔൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉത്തരം? ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ഓണ്ട്. ഇത് എൻ്റെ ഓണ്ട് അയച്ചിട്ടുള്ള അല്ലെങ്കിൽ അമ്മായി അയച്ചിട്ടുള്ള ലെറ്ററാണ് എന്നാണ് നമ്മളുടെ ഔൾ ആൻസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വാട്ട് ഈസ് ഇറ്റ്, എന്താണിത്, അല്ലെങ്കിൽ എന്താണ് ഹൂ സെൻഡ് യു ദിസ് ലെറ്റർ, ആരാണ് നിങ്ങൾക്ക് ഈ ഒരു കത്ത് അയച്ചത് എന്നൊക്കെ ആവാം നമ്മളുടെ ഹണി ബി ചോദിച്ചിട്ടുള്ള ചോദ്യം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ലെസൺ വരുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.